Good afternoon, ma'am. Okay, makle. Okay. Good morning. Good afternoon, ma'am. Okay. Good afternoon. Listen. Okay, all of you mark the attendance. അപ്പൊ നമ്മള് രാവിലത്തെ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? ഐ വരെയുള്ള ചിഹ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓക്കെ, എല്ലാവരും എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു അല്ലെ? ഇനി പേജ് നമ്പർ 80. Okay, all of you take your textbook, page number 80. എടുത്തോ എല്ലാവരും? 18ാമത്തെ പേജ് എടുത്തോ? ഓക്കെ, എന്താ അവിടെ കാണുന്നത്? പിക്ചർ ഉണ്ടല്ലേ, കുറെ പിക്ചർ ഉണ്ടല്ലേ, കാണുന്നുണ്ടോ? ഉണ്ടോ മക്കളെ? 18 പേജ് നമ്പർ? Yes or no? Yes, 18 എത്രയാ ഫാത്തിമ മെഹറിൻ നിങ്ങളതിൽ പേജ് നമ്പർ? 17 ആണോ? ഓക്കെ, നിങ്ങളിൽ 19 ആണോ? മിസ്സിന്റെ 18 ആണ് കേട്ടോ ഇപ്പൊ പറയുന്നത്. ഇതുണ്ടോ ഇവിടെ 18 ആണുള്ളത്. എൻ്റെത് ഏതൊക്കെയാണ്? ഏതൊക്കെ കാലം എന്നാണോ ഹെഡിങ്? യെസ്, ഏതൊക്കെയാണ് കാലങ്ങൾ എന്നാണ് പറയുന്നത് അല്ലെ? ഏതൊക്കെ കാലത്തെയാണ് താഴെ പറയുന്നത്? ഏതാണ് ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന മക്കളെ? റഫാൻ, ഏത് ഫസ്റ്റ്? വേനൽക്കാലം അല്ലേ? എന്താണ് ഈ സൂര്യനൊക്കെ ഇങ്ങനെ കത്തിച്ചെടുത്ത് നിൽക്കുന്നുണ്ടല്ലേ? ഫസ്റ്റ് വൺ വേനൽക്കാലം. എന്താ പിക്ചർ കാണുമ്പോ എന്ത് തോന്നി? ഫസ്റ്റില് വേനൽക്കാലാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങക്ക്? ഫസ്റ്റ് വേനൽക്കാലം. നെക്സ്റ്റ് വൺ എന്താ നോക്കിയേ? സെക്കൻഡ് പിക്ചർ എന്താ മക്കളെ? സെക്കൻഡ് പിക്ചർ എന്താ? മഴക്കാലം. മഴ പെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാ? ഒരാള് കണ്ടോ കൊടയൊക്കെ പിടിച്ചിട്ടാ നടക്കുന്നല്ലേ? അപ്പൊ മഴക്കാലാണ്. രണ്ടാമത്തെ പിക്ചറില് മഴക്കാലം അല്ലേ? മഴക്കാലം, കൊടയൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്, മഴ ചാർന്നുണ്ടോ? നെക്സ്റ്റ് തേർഡ് പിക്ചർ എന്താ? മഞ്ഞുകാലം അല്ലേ? എന്തുകൊണ്ടാ? കോട്ടയ്ക്ക് നല്ല ചൂടും ഇതെല്ലാം ക്ലോത്തെല്ലാം ധരിച്ചിട്ട് കണ്ടോ? അപ്പൊ മഞ്ഞുകാലാണ്. മഞ്ഞുകാലം എങ്ങനെയാ? വിന്റർ സീസൺ അല്ലേ? നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരിക്കും, മൂടി പൊതച്ചുറങ്ങേണ്ട കാലാവസ്ഥ അല്ലേ? നെക്സ്റ്റ് വൺ ലാസ്റ്റ് പിക്ചർ എന്താ? പൂക്കാലം. എന്തുകൊണ്ടാ പൂക്കാലം എന്ന് പറഞ്ഞേ? പൂക്കൾ ഉണ്ടല്ലേ, എല്ലാ മരങ്ങൾക്കൊക്കെ പൂക്കൾ ഇങ്ങനെ, ചെടികളൊക്കെ പുഷ്പിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂക്കാലമാണ് അല്ലേ? നമ്മൾ പൂക്കാലത്തെ കുറിച്ച് കുറെ പഠിച്ചിട്ടുണ്ട്. പൂവിന്റെ പാട്ട് കുറെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോ ഓരോ ചിത്രവും നോക്കി ഏത് കാലത്തേതാണെന്ന് പറയുക എന്നാണ്. അപ്പൊ ആദ്യത്തേത് വേനൽക്കാലം, നെക്സ്റ്റ് വൺ മഴക്കാലം, ആദ്യത്തേത് സമ്മർ സീസൺ, നെക്സ്റ്റ് വൺ റെയിനി സീസൺ, മൂന്നാമത്തത് എന്താണ്? വിന്റർ സീസൺ, അടുത്തത് പൂക്കാലം. എന്താണ്? വസന്തകാലം അല്ലെ? എന്താ പറയുക? പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാലം. എന്താ ഷാനി? എന്തോ പറഞ്ഞല്ലോ ഷാനി, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ഒന്നും പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ 4 കാലങ്ങളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് അല്ലെ? വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. ഇപ്പൊ പിക്ചർ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? മഴയുണ്ട്. ആദ്യത്തേല് വെയിൽ കണ്ടോ? നല്ല വിണ്ട് കയറുന്ന നല്ല ചൂടുള്ള ദിവസമാണ് വേനൽക്കാലം. നെക്സ്റ്റ് മഴ പെയ്യുന്ന പിക്ചർ ഉണ്ട്,
മഴ പെയ്യുന്നുണ്ട്, കൊട പിടിച്ചിട്ടുണ്ട്. കൊട നമുക്ക് വെയിലത്തും പിടിക്കാം, പക്ഷെ ഇവിടെ മഴയും ചാറുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് മഞ്ഞുകാലാണ് കാണിക്കുന്നത്. അടുത്തത് പൂക്കാലം. അപ്പൊ ആദ്യത്തെ ഒന്ന് വായിച്ചേ. ഏതൊക്കെ കാലങ്ങളാ അതിൽ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ ആരാ വായിക്കാത്തുണ്ടല്ലോ നേരത്തെ? ഏബൽസിന്റെ വായിച്ചില്ലല്ലോ. വായിച്ചോ? വായിച്ചു. അഭിനവ് വേനൽക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. പൂക്കാലം. ഓക്കെ, ഏബലൊന്ന് വായിച്ചേ. ഏബല് വേനൽക്കാലം, വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാണ് നേരത്തെ വായിക്കത്? ഏതൻ ജെ മാത്യു വായിച്ചില്ല. വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആദിശ്രീ വായിച്ചില്ലേ നേരത്തെ? വായിച്ചോ. വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് വൈഗ വായിച്ചോ? വൈഗ വായിച്ചു. ഇവാന ബിജു. വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. പൂക്കാലം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് റഫാൻ. റഫാനെ. വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. ഓക്കെ. നെക്സ്റ്റ് ആയിഷ മാന വായിച്ചോ നേരത്തെ? വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നൂഹാസ്മിൻ. വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ഏതൊക്കെയാണുള്ളത് പിക്ചറില്? വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. വായിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? എല്ലാരും ഒന്ന് വായിച്ചു നോക്കിയേ. വേനൽക്കാലം, മഞ്ഞുകാലം, പിക്ചർ നോക്കി വായിക്കണം കേട്ടോ. മഴക്കാലം, പൂക്കാലം. അപ്പൊ വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. അഹല്യ നേരത്തെ വായിച്ചില്ല അല്ലേ? വായിച്ചു. വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഷാസിലിന് വായിക്കണോ? ഓക്കെ. വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. പൂക്കാലം. വെരി ഗുഡ്. നെക്സ്റ്റ് ഏദൻ തോമസ്. വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നെക്സ്റ്റ് കണ്ടോ നിങ്ങൾ? അടുത്ത പേജ്, അടുത്ത നിങ്ങളുടെ നമ്പർ ഏതാണ്? പേജ് നമ്പർ മക്കൾക്കറിയില്ലേ? പേജ് നമ്പർ എത്രയാ? 18 ആയിരിക്കും അല്ലേ? ഓ, അടുത്ത പേജിൽ എന്താ കാണിക്കുന്നേ? എന്ത് പിക്ചറാ ഉള്ളത് ഡെൽവിൻ? ഏതാ പിക്ചർ ഉള്ളത്? വായിച്ചോ? അൺമ്യൂട്ട് ചെയ്ത് വായിക്കേ. ഓക്കെ. മരം. ഓക്കെ, മരം അല്ലേ? മരം. വെരി ഗുഡ്. മരം. ഓക്കെ, മരം.
ആ ഡോട്ട് കംപ്ലീറ്റ് ചെയ്തേ മക്കളെല്ലാവരും. മരം മരം മാ എഴുതട്ടെ. അതിന്റെ മുകളിൽ എഴുതിയ ഡോട്ടിന്റെ മുകളിലെ മരം മരം. മരം എഴുതിയ ഡോട്ടിന്റെ മുകളിലേ എഴുതി കംപ്ലീറ്റ് ആക്കാം. നെക്സ്റ്റ് നമ്മൾ ഏത് ചിഹ്ന പഠിക്കാനുള്ളത്? ഐ വരെയുള്ള ചിഹ്നങ്ങൾ പഠിച്ചു. അതിനുശേഷമാണ് ഇപ്പൊ കാലങ്ങൾ പറഞ്ഞത്. ഏതൊക്കെ? വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. പൂക്കാലം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വസന്തകാലം അല്ലേ? പൂക്കളൊക്കെ ഇങ്ങനെ കാലം. മഴക്കാലം നിങ്ങൾക്കറിയാം അല്ലെ? മഴ ഉണ്ടാവില്ല, നല്ല ചൂടാ ഉണ്ടാവുക അല്ലെ? നെക്സ്റ്റ് മഴക്കാലത്തോ? ഇപ്പൊ ഈ കുറച്ച് മുമ്പൊക്കെ നല്ല മഴയായിരുന്നു അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലെ കാലങ്ങള്? തണുപ്പ് കാലം എങ്ങനെയാ? നല്ല തണുപ്പ് വരുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? മരം. നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലെ? അടുത്തത് നിങ്ങളാ വായിക്കുന്നത്. ഇപ്പൊ നിങ്ങള് കാര്യങ്ങളൊക്കെ പഠിച്ചു, ഇനി ഓ ചിഹ്നം പഠിച്ചില്ല അല്ലെ? അപ്പോ ഓ എന്ന ചിഹ്നം എങ്ങനെ വരും നമുക്ക് നോക്കാം അല്ലെ? ഐ വരെയുള്ള ചിഹ്നങ്ങൾ പഠിച്ചു നമ്മള്. ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ. ഇത്രയും ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചു. പഠിച്ചില്ലേ? അല്ല, ഞാൻ പഠിച്ചു എന്ന് പറയുന്നതാണോ? നിങ്ങൾ പഠിച്ചോ? പഠിച്ചില്ലേ? ഷാസില് മാത്രമേ പഠിച്ചുള്ളൂ? ഓക്കെ, എല്ലാരും പഠിച്ചോ? ധൈര്യമില്ല? പഠിച്ചില്ല? യെസ്. ഓക്കെ. അപ്പോ അടുത്തത് നമുക്ക് ഓ എന്ന ചിഹ്നമാണ് പഠിക്കാനുള്ളത് അല്ലെ? നമുക്കൊന്ന് നോക്കാം എങ്ങനെയാ ഓ ചിഹ്നം എഴുതുവാന്ന്. എല്ലാരും എഴുതി നോക്കണം കേട്ടോ. ഒരു സ്ലേറ്റിലാറ്റ് ഇങ്ങനെയാലും എഴുതി നോക്കണം. നെക്സ്റ്റ് വൺ നമുക്ക് ഓ എന്ന ചിഹ്നമാണ് എഴുതാനുള്ളത്. അപ്പോ ഓ എന്ന ചിഹ്നം എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണെന്ന് അറിയോ? ഫസ്റ്റ് വൺ എ എന്ന ചിഹ്നം ഇടുക. എ, സോറി അത് ശരിയില്ല അല്ലെ? സുഖമില്ല കാണാൻ. ഓക്കെ, എ എന്ന ചിഹ്നം ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കുറച്ച് സ്ഥലം വരണം. ഓ എന്ന ചിഹ്നം എങ്ങനെയാണെന്നറിയോ? ഇത്, പിന്നെ ഇവിടെ ആ ചിഹ്നം, ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് എന്ത്? ഓ എന്ന ചിഹ്നം അല്ലെ? അപ്പൊ ഇതിന്റെ ഇടയിൽ ഏത് അക്ഷരാണോ വരുന്നത് അതിനനുസരിച്ചായിരിക്കും അത് വായിക്കേണ്ടത് അല്ലെ? അപ്പൊ എങ്ങനെയാ? കായാണെങ്കിൽ എന്ത് വരും? ഇതാണ് ചിഹ്നം, ഓ എന്ന ചിഹ്നം. അപ്പൊ ഓ സ്വരാക്ഷരം ഓ എങ്ങനെ എഴുതുക മക്കളെ? ഓ ഡാഷ് ഇട്ടു, എന്നിട്ട് എ ചിഹ്നം ആ ചിഹ്നം എഴുതണം. ഇതാണ് ഓ എന്ന ചിഹ്നം. എങ്ങനെ എഴുതണത്? ഇങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ഇടയിൽ ഒരു ഇത് എഴുതാൻ വേണ്ടിയാ മിസ് അങ്ങനെ വിട്ടത്. ഇതാണ് ശരിക്കും ചിഹ്നം. ഇതാ ഓ അല്ലേ? അപ്പൊ ഇതിന്റെ ഇടയിലാണ് ഒരു അക്ഷരം എഴുതുക അല്ലെ? അപ്പോ പായാണെങ്കിൽ എന്താവും? ഇതെന്ത് വായിക്കും മക്കളെ? എന്താ വായിക്കുക പായാണെങ്കില്? പോ വായിക്കൂ അല്ലെ? പോന്നാണ് വായിക്കുക. അപ്പൊ പോ താ എഴുതി ഇങ്ങനെ വള്ളിയിട്ടു. എന്ത് വായിക്കും ഷാസിലെ? പൊതി. വെരി ഗുഡ്. പൊതി, പൊതിന്ന് വായിക്കും അല്ലെ? നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് മിസ് ഇവിടെ എഴുതുന്നത് എന്താന്ന് നോക്കാം നമുക്ക്. വായിക്കണം നിങ്ങളെ. ഈ ചിഹ്നൂട്ടു, എ ചിഹ്നൂട്ടു, താ എഴുതി, എന്നിട്ട് ഓ ചിഹ്നൂട്ടു, താ എഴുതി, വള്ളിയിട്ടു. എന്താ നൂഹക്കുട്ടി ഇത് വായിക്കുക? വെരി ഗുഡ്. തൊടി അല്ലേ? ഓ ചിഹ്നാണല്ലേ? അവ തോന്ന് വായിക്കും. താക്ക് വള്ളിയിട്ട ടീന്നും വായിക്കും. അപ്പൊ തൊടി, തൊടി. നെക്സ്റ്റ് വൺ മിസ് എഴുതുന്നുണ്ട്. അടുത്തത് ഇതെന്ത് വായിക്കും? ഏതൻ തോമസ്. മിസ് ഇപ്പൊ എഴുതിയത് ഇത് കൂട്ടണ്ട അതിന്റെ കൂടെ. ഇത് വെരി ഗുഡ്. പൊടി അല്ലേ?
പൊടി എന്നാണ് വായിക്കുക അല്ലേ? ഓക്കെ, പൊടി. നെക്സ്റ്റ്, അപ്പോ ഇത്രയും എക്സാമ്പിൾ മിസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓ എന്ന ചിഹ്നവും അല്ലെ? ഓ എന്ന ചിഹ്നം എഴുതാൻ പഠിച്ചു എല്ലാവരും? എഴുതിയോ സ്ലേറ്റിൽ ഓ എന്ന ചിഹ്നം? എവിടെ ഒന്ന് കാണിച്ചു തന്നെ. അപ്പോ പൊടി, പൊതി, തൊടി. ഇനി എക്സാമ്പിൾ, ഇനി ആർക്കൊക്കെ അറിയാം? എക്സാമ്പിൾ പറയാനുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞു. ഓ എന്ന ചിഹ്നത്തിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ആ ഷാസിൽ ഇവിടെ കൈപൊക്കുന്നുണ്ട്, പറഞ്ഞോ. ഏത്? റൊട്ടി. ബ്രെഡ് അല്ലേ? റൊട്ടി അല്ല ചപ്പാത്തി, റൊട്ടി ഏതെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, റൊട്ടി എന്ന് പറയൂ അല്ലെ ചപ്പാത്തിക്ക്? ആ. ഡെൽവിൻ. നെക്സ്റ്റ് ഏതാ? ഡെൽവിൻ എന്താ പറയാനുള്ളത്? തൊട്ടി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അകല്യക്ക് എന്ത് പറയാനുണ്ട്? കൊടി. ഗുഡ്, വെരി ഗുഡ്. കൊടി, കൊട്ട. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആദിശ്രീക്ക് എന്തോ പറയാനുണ്ടല്ലോ? കൊക്ക്, വെരി ഗുഡ്. നെക്സ്റ്റ് ഷഹൽ. പൊടി. ചൊടി, വെരി ഗുഡ്. കളവ് പറയുന്നതിന് ചൊടി അല്ലേ? ചൊടിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ഇഷാനി. ഷാനു. തൊലി അല്ലേ? നമ്മുടെ പഴത്തിന്റെ ഒക്കെ തൊലി പറയാറുണ്ട്. തൊലി, വെരി ഗുഡ്. തൊക്ക് എന്നൊക്കെ പറയാറുണ്ട് വേണമെങ്കിൽ. നെക്സ്റ്റ്, ആ ഇവിടെ വൈകൊക്കെ ഉണ്ട്. പൊട്ട്, വെരി ഗുഡ്. പൊട്ട്. നെക്സ്റ്റ് ആർക്കാ പറയാനുള്ളത്? കൊക്ക്, വെരി ഗുഡ്. നെക്സ്റ്റ് എയ്തനി. എന്താ ഇതൻ? പറഞ്ഞോ. പൊട്ടി. മനസ്സിലായോ എല്ലാവർക്കും? ആ, വെരി ഗുഡ്. പൊട്ടി. ഒരുപാട് എക്സാമ്പിൾ വന്നിട്ടുണ്ട്. ഇനി ഫാത്തിമ മെഹറിന് എന്താ പറയാനുള്ളത്? പൊടി. ആയിഷ മനക്ക്? തൊടി, വെരി ഗുഡ്. തൊടി അല്ലേ? കൊട്ട്, കൊക്ക്, ഇങ്ങനെ ഒരുപാടുണ്ട് അല്ലേ? ആ, അപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ഏബില്? ഓക്കെ, കുഞ്ഞുവാവ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഓ എന്ന ചിഹ്നമാണ് പഠിച്ചത് അല്ലേ? നെക്സ്റ്റ് വൺ നമ്മൾ മരം നേരുന്നില്ല അമ്മ എന്ന ചിഹ്നമാണ് അനുസ്വാരം കേട്ടോ. നൂഹക്ക് എന്താ പറയാനുള്ള നൂഹ? തൊപ്പി, വെരി ഗുഡ്. തൊപ്പി, ക്യാപ്പ് അല്ലേ? തൊപ്പി. ഓക്കെ, അപ്പൊ ഓ എന്ന ചിഹ്നം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഓ എന്ന ചിഹ്നം. ഓക്കെ, ഓ എന്ന ചിഹ്നം എങ്ങനെയാ എഴുതുന്ന മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, എഴുതുന്ന മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ഇവിടെ തായാണെങ്കിൽ തോ വരും, പായാണെങ്കിൽ പോ വരും. ആദിശ്രീ ഇവിടെ ശ്രദ്ധിച്ചേ. മായാണെങ്കിൽ മോ വരും, ചായാണെങ്കിൽ ചോ വരും അല്ലേ? നെക്സ്റ്റ് വൺ, അടുത്ത എക്സാമ്പിൾ എന്താ നമുക്ക് എഴുതാനല്ലേ പഠിക്കാനുള്ളത്? ഓ, ഓ എന്ന സ്വരാക്ഷരം. അപ്പോ ഓ എന്ന സ്വരാക്ഷരം എഴുതിയ എല്ലാവരും? ഓ എങ്ങനെ എഴുതും സ്വരാക്ഷരങ്ങളിലോ? മറന്നുപോയോ സ്വരാക്ഷരങ്ങള്? ഓ എന്ന സ്വരാക്ഷരം, അതിന്റെ ചിഹ്നം ഏ ചിഹ്നോടുക. നെക്സ്റ്റ് ആ ചിഹ്നം. ഇതാണ് ഓ ചിഹ്നം. എ എന്ന ചിഹ്നവും ആ എന്ന ചിഹ്നവും. ഇതാണ് ഓ എന്ന ചിഹ്നം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ തോ, തായാണെങ്കിൽ തോ, പായാണെങ്കിൽ പോ, മായാണെങ്കിൽ പോ, വായാണെങ്കിൽ വോ. ഓക്കെ,
എഴുതുന്ന എക്സാമ്പിൾ നിങ്ങൾ വായിക്കണേ. ഫസ്റ്റ് വൺ, എല്ലാ മക്കളും ഇവിടെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. ഇതെന്താ വായിക്കുന്നത് ഇഷാനി? ഇഷാനി ഷാനു? മോഡി. വെരി ഗുഡ്. മോഡി. വെരി ഗുഡ്. മോഡി. നെക്സ്റ്റ് വൺ, മോഡി അല്ലേ? അപ്പൊ മോഡി എന്നാണ് വായിക്കുക. ഇനി അടുത്തത് എഴുതുന്നത് മിസ് എഴുതുന്നത് നിങ്ങൾ വായിക്കണേ, പറയുന്നവര്. സോറി, എഴുതി എന്നിട്ട് ആ ചിഹ്നം ഇട്ടു. എന്നിട്ടോ ഇതെന്താ വായിക്കുക? അൻവിത, ഇതെന്താ വായിക്കുക അൻവിത? തോട. തോട. വെരി ഗുഡ്. തോട. നെക്സ്റ്റ് മിസ് എഴുതാ. ഇതെന്താ വായിക്കുക? ചോദിക്കട്ടെ. ആദിയ. ചോല. വെരി ഗുഡ്. ചോല അല്ലെ? ഓ എന്ന ചിഹ്നം എന്നിട്ട് ല എന്ന ചിഹ്നം എഴുതി അല്ലെ? ഓ എന്ന ചിഹ്നാണ് അവിടെ നമ്മള് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും എക്സാമ്പിൾ മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് മക്കള് പറഞ്ഞേ, എക്സാമ്പിൾ പറഞ്ഞേ. ഇനി ബാക്കിയുള്ള ചോര. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തെന്താ? ഡെൽവിൻ. അൻവിത. ഡെൽവിൻ പറഞ്ഞോ. ചോളം. ചോളം. വെരി ഗുഡ്. നെക്സ്റ്റ്. കോഴി. ചോറ. ഓക്കെ, കോഴി. ചോളം. നെക്സ്റ്റ്. നൂഹ. അകല്യ. വൈഗ. വെരി ഗുഡ്. നെക്സ്റ്റ് ആയിഷ. പറഞ്ഞോ. റിയാൻ. മോഡി. ഓക്കെ, മോഡി. ഇനിയോ? സോന. ഓക്കെ, വെരി ഗുഡ്. മോര്. ഓക്കെ. മണ്ണില്ലേ? തോക്ക്. വെരി ഗുഡ്. നെക്സ്റ്റ്. തോക്ക്. വെരി ഗുഡ്. തോർപ്പ്. വെരി ഗുഡ്. ചുവപ്പ്. അത് മാറിപ്പോയി. ചോപ്പ് എന്ന് പറയില്ല, ചുവപ്പ്. തോക്ക്. വെരി ഗുഡ്. ചോക്ക് മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മനസ്സിലായി എല്ലാവർക്കും അല്ലേ? അപ്പോ ഓ എന്ന ചിഹ്നം. നൂഹക്ക് എന്തോ പറയാനുണ്ടല്ലോ, പറഞ്ഞോ. കോഴിക്കോട്. പിന്നെയോ? സോപ്പ്. സോക്സ്. ഓക്കെ അല്ലേ? കൊറേ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏത് ചിഹ്നം? അപ്പൊ 2 ചിഹ്നം പഠിച്ചിട്ടുണ്ട് മക്കള്, മറന്നു പോരുതേ. അപ്പൊ നമ്മൾ ടോട്ടൽ ഇപ്പൊ എത്ര ചിഹ്നങ്ങൾ പഠിച്ചു? എല്ലാം ഒന്ന് എഴുതിയാലോ നമുക്ക്? എന്ത് പറയുന്നു?
എന്തേ ശകലേ? ശകലിന് എന്താ പറയാനില്ല ശകലേ? ഒന്നുമില്ലേ? മുഖലം ആടുന്നുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ നമ്മ ഏതൊക്കെ ഇനി അമ്മ എന്ന ചിഹ്നം കൂടെ പഠിച്ചാ നമ്മുടെ ചിഹ്നങ്ങളൊക്കെ കംപ്ലീറ്റ് ആവും. മനസ്സിലായോ? അമ്മ എന്ന ചിഹ്നം എങ്ങനെയാ? നമ്മളിപ്പം മരം എഴുതിയില്ലേ? അമ്മ എന്ന സ്വരാക്ഷരം എങ്ങനെ എഴുതുവാ മക്കളെ? എങ്ങനെയാ സ്വരാക്ഷരം എഴുതുക? മറന്നുപോയോ? ആവോ, എനിക്ക് പേടിയാവുന്നുണ്ട്. നിങ്ങൾ മറന്നുപോയോ? എഴുതുവാ. നെക്സ്റ്റ് അല്ലേ? ഒരു കുഞ്ഞു അല്ലേ? ഒരു കുഞ്ഞു, മനസ്സിലായോ? കുഞ്ഞു പൂജ്യാണ് എന്ത്? അമ്മ എന്ന ചിഹ്നം. അല്ല, അതിനു മുമ്പേ ഔല്ലേ? നമ്മൾ ഔ പഠിച്ചോ? അയ്യോ, മിസ്സിനോട് പറഞ്ഞു എനിക്ക് നിങ്ങള്. ഔ എങ്ങനെയാ ഔ എഴുതുവാ? സ്വരാക്ഷരങ്ങളിൽ ഓ എഴുതി ഔ ചിഹ്നം ഇട്ടു. ഓക്കെ, എന്നിട്ട് ചെറിയൊരു ഹൈഫൻ ഇട്ടു. എങ്ങനെയാ ചിഹ്നം നോക്കണ്ടേ? ഔ എന്ന ചിഹ്നം ഇങ്ങനെയാണ് എഴുതുക. ഔ. ഇതാണ് ഔ ചിഹ്നേ. എഴുതിയോ? എല്ലാവർക്കും ഉറക്കം തൂക്കുന്നുണ്ടോ? ഉറക്കം തൂക്കുന്നുണ്ട്. ഔ എന്താണ് ചിഹ്നം? ഔ. അപ്പൊ കായാണെങ്കിൽ കൗ. കൗ അല്ലേ? നെക്സ്റ്റ് മായാണെങ്കിൽ എന്ത് വായിക്കും മക്കളെ? മാ. എന്ത് വായിക്കും? എന്താ അഭിനവേ വായിക്കുക? മൗ. ഓക്കെ, വെരി ഗുഡ്. മൗനം അല്ലേ? അപ്പൊ നെക്സ്റ്റ് മിസ് അടുത്ത വായിക്കണേ. അടുത്തത് എഴുതാ. ഓക്കെ, ഇതെന്താ വായിക്കുക? എല്ലാരും വായിച്ചു നോക്കണേ. മൗലി. വെരി ഗുഡ്. മൗലി. മൗലി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇതെന്താ വായിക്കോ മക്കളെ? അറിയാനേ ഇത് വായിക്കുക. നൗക. ആരാ പറഞ്ഞു? നൗക. ഓക്കെ, നൗക. ഓക്കെ, ഇനി നിങ്ങളാണ് പറയേണ്ടത് എക്സാമ്പിള്. ഏതൊക്കെ എക്സാമ്പിൾ അറിയും? മനസ്സിലായില്ല? ക്ഷൗരം. ഓക്കെ, കൗശലം. വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തേതാ? ഐഷാമാന പറഞ്ഞോ. ഔഷധം പറയുമ്പോ ഔ അല്ലേ വരുന്നത്? ഏതെങ്കിലും ഒരു വ്യഞ്ജനം കൗതുകം. വെരി ഗുഡ്. കൗതുകം. മൗലി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് കൗമാരം. വെരി ഗുഡ്. നെക്സ്റ്റ് ശകല്. സൗണ്ട്. വെരി ഗുഡ്. സൗമ്യം. സൗമ്യം. വെരി ഗുഡ്. സൗന്ദര്യം. വെരി ഗുഡ്. സൗന്ദര്യം. ഓക്കെ, നെക്സ്റ്റ് വൺ. എന്തോ പറയാനുണ്ട്? പൗരൻ. വെരി ഗുഡ്.
വൈക എന്താ പറയല്ലേ? കൗശലം. ഇഷാനി? നൗക. ഓക്കെ, വെരി ഗുഡ്. വേറെ വന്നു അല്ലേ എക്സാമ്പിൾ. പക്ഷെ ഇതുപോലെ നിങ്ങൾ ഏതാണ് ചിഹ്നങ്ങളും അതെങ്ങനെ എഴുതേണ്ടതും പഠിക്കണം കേട്ടോ. പിന്നെന്താ? ചൗരി. ഓക്കെ, വെരി ഗുഡ്. പൗഡർ. വെരി ഗുഡ്. സൗഭാഗ്യം. വെരി ഗുഡ്. നെക്സ്റ്റ് സൗന്ദര്യം അല്ലേ? ഇനി കൊറേയേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇനി എന്താ ചെയ്യാ? അപ്പൊ നമ്മൾ ഇന്ന് 3 ചിഹ്നങ്ങൾ ഇപ്പൊ പഠിച്ചു. ഏതൊക്കെ? ഓ, ഓ, ഔ, അം. അമ്മ ഏതാണെന്നറിയോ? ഇനി അമ്മൂടെ പഠിച്ച എത്രയായി? 4 എണ്ണം പഠിച്ചു. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അപ്പൊ അടുത്തത് ഏതാണ്? അം. ലാസ്റ്റ് വൺ ആണ്. എന്ത്? അം അല്ലെ? എങ്ങനെയാ പഠിക്കേണ്ടത് നോക്കാം നമുക്ക്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നമ്മള് അം എന്ന സ്വരാക്ഷരം എഴുതണം അല്ലേ? ഓക്കെ. എങ്ങനെ എഴുതുവാം? മറന്നുപോയല്ലേ മക്കളെ? അം എന്ന സ്വരാക്ഷരം. ഓക്കെ, ഹൈഫൺ ഇട്ടു. എന്നിട്ട് അം എന്ന ചിഹ്നം ഒന്നുമില്ല, ഒരു കുഞ്ഞു പൂജ്യം. ഓക്കെ, ഇതാണ് അം എന്ന ചിഹ്നം അല്ലെ? അപ്പൊ ഏതൊരു അക്ഷരത്തിന്റെ കൂടെയും ഈ ഒരു കുഞ്ഞു പൂജ്യം, അതായത് ഇതിനെന്താ പറയുന്നറിയോ? അനുസ്വാരം. എന്താ പറയുക ഇതിന്? അനുസ്വാരം. ഓർത്ത് വെക്കണം മിസ് പറയുന്ന കാര്യങ്ങള്. അനുസ്വാരം ഇട്ട് കഴിഞ്ഞാല് അക്ഷരത്തിന്റെ കൂടെയും അനുസ്വാരം ഇട്ട് കഴിഞ്ഞാൽ എന്ത് വായിക്കും? അം എന്ന്. അതാണ് ഇപ്പൊ നമ്മള് രം, മരം എന്ന് വായിക്കുമ്പോ രാ എഴുതിയിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ മക്കളെ? ഈ രാ എഴുതിയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നോ? മരം എഴുതിയരം? യെസ്, ഉണ്ടായിരുന്നു അല്ലെ? അപ്പോ ഇതാണ് അനുസ്വാര ലയം. അപ്പോ മരം എന്ന് എഴുതുമ്പോ അം ഉണ്ടോ? അപ്പോ രം എന്ന് വായിക്കും. നെക്സ്റ്റ് മരം, വരം. അടുത്ത എന്താ എക്സാമ്പിള്? ഇപ്പം വരം ആണെങ്കില് വാ എങ്ങനെ എഴുതണം? രാ അം, വരം. മെഹ്ഫൂസ് അലി, ഇത് വായിക്കുക. നെക്സ്റ്റ് ഇതെന്ത് വായിക്കും? മെഹ്ഫൂസെ അൺമ്യൂട്ട് ചെയ്തേ. വിദ്യുദ്രാം, ഇതെന്ത് വായിക്കും മോനെ? അപ്പോ ഏത് അക്ഷരത്തിന്റെ കൂടെയും അം, ഇത് ഈ ഒരു ചിഹ്നം ചേർത്ത, അം എന്ന ചിഹ്നം ചേർത്ത എന്ത് വായിക്കും? അം എന്ന ഉച്ചാരണം കേട്ടോ. അപ്പൊ തരം, മരം, വരം, പിന്നെയോ പദം. വെരി ഗുഡ്, പദം. ഓക്കെ, പദം എക്സാമ്പിൾ അല്ലേ? അപ്പൊ പദം എങ്ങനെ എഴുതി നോക്കാം നമുക്ക്? പാ എഴുതി, താ എഴുതി, അം എന്ന് ചിഹ്നിട്ടു. പദം. ഓക്കെ, പദം വായിച്ചേ. പദം. വായിക്കേ. പദം എഴുതി പഠിച്ചോ? അപ്പോ അം എന്ന ചിഹ്നം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ ചിഹ്നം നമ്മൾ ഇപ്പൊ പഠിച്ചു? ഓ, ഓ, ഔ, അം. അപ്പൊ ചിഹ്നങ്ങൾ കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു. മക്കൾ ഓർത്തു വെക്കണം കേട്ടോ. ഏതൊക്കെ ചിഹ്നങ്ങള്? മൊത്തം ഒന്ന് എഴുതി നോക്കിയാലോ നമുക്ക്? റെഡിയാണോ? യെസ് ഓർ നോ? യെസ്. ഓക്കെ, അപ്പൊ ചിഹ്നം മാത്രം എഴുതിയാൽ മതി. ഒന്ന് എഴുതി നോക്കിയേ എല്ലാവരും. ഒന്ന് മിസ്സിന് പഠിപ്പിച്ചു തന്നെ, എഴുതി കാണിച്ചു തന്നെ.
സ്ലേറ്റില് എല്ലാവരും എഴുതി കാണിച്ചു തന്നെ. ഫസ്റ്റ് ചിഹ്നം മുതല്. ആ ശകലി മിസ്സിനോട് ചോദിച്ചോ? എഴുതുന്നൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ. റിയാൻ എഴുതിയില്ല. ആയിഷ മാൻ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ സ്ലേറ്റിൽ എഴുതി നോക്കിയേ. ആ എന്ന ചിഹ്നം ഫസ്റ്റ് വൺ. ആരും സ്ലേറ്റ് എടുക്കുന്നോ എഴുതുന്നോ ഒന്നുമില്ലല്ലോ. ആദിശ്രീ എഴുതിയോ? സ്ലേറ്റിൽ എഴുതിക്കോ, എന്നാ വേഗം കാണും എനിക്ക്. ആ എന്ന ചിഹ്നം. നെക്സ്റ്റ് ഇ എന്ന ചിഹ്നം. ഇ എന്ന ചിഹ്നം. ഉ എന്ന ചിഹ്നം. ഊ, ഇറ്, എ, ഐ, ഓ, ഔ, അം. ഇത്രയും ചിഹ്നങ്ങൾ എഴുതി കാണിക്കണം. ആരാ ഫസ്റ്റ് എഴുതി നോക്കട്ടെ? ആരാ എല്ലാം പഠിച്ച മക്കള് നോക്കട്ടെ ഞാൻ. ഓക്കെ, ഏതുവരെ എത്തി? ഇപ്പൊ കൊറേ ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്ര പേർക്ക് ഓർമ്മയുണ്ടാവോ? ഷാസിലെ ഇതിൽ എഴുതിയോണ്ട് മിസ്സിന് കാണുമോടാ? അടുത്ത് പിടിച്ച്. ആ ഓക്കെ, എത്ര പേര് എത്തി? ഏത് ചിഹ്നം വരെ എത്തി? ആ എല്ലാം എഴുതിയിട്ടുണ്ടോ? ഓക്കെ, ഇതാ ഇവിടെ ഇഷാനിയും എഴുതിയിട്ടുണ്ട്. അം വരെയുള്ള ചിഹ്നങ്ങള് ഷാസിലും എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ലൊരു ക്ലാപ്പ് കേട്ടോ നിങ്ങൾക്ക്. ഇത്ര വേഗം എഴുതിയില്ലേ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ചിഹ്നങ്ങൾ ഇനി ആരും മറക്കരുതേ. നമുക്കിനി 1 മിനിറ്റ് നമ്മുടെ സമയം കഴിഞ്ഞു ക്ലാസ്സിന്റെ. ഇനി നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. അപ്പോ നമ്മൾ ചിഹ്നങ്ങള് പഠിച്ചത് മറക്കരുത്. നമുക്ക് എപ്പോഴും ബേസ് ആവശ്യമുണ്ട് കേട്ടോ. ആ ഇവിടെ ശകല എഴുതി കഴിഞ്ഞു. വെരി ഗുഡ്. ഓക്കെ, നമുക്കത് എഴുതി കാണിച്ചേ, പക്ഷെ മിസ് കണ്ടിട്ടില്ല. ഞാൻ ഇപ്പം കാണിച്ചോട്ടെ? ആ കാണിച്ചോ? മിസ്സേ, ഫാത്തിമ